നമസ്കാരം. ചെങ്ങന്നൂരിലെ വേനൽ മഴ. സ്വാഗതം വക്രദൃഷ്ടിയിലേക്ക്. പൊരിവെയിലത്തു വലഞ്ഞ ചെങ്ങന്നൂരിന് ആശ്വാസമായി ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം. എന്ന് വോട്ടെടുപ്പ് നടക്കുമെന്നറിയാതെ മണ്ഡലത്തിൽ തേരാപാര നടന്നിരുന്ന സ്ഥാനാർത്ഥികൾക്ക് ഇനി ഉഷാറാവാം. കുറച്ച് സമയം കൂടുതൽ കിട്ടിയ സ്ഥാനാർത്ഥികൾക്ക് കാശ് കുറേ പോവുകയും ചെയ്തു. വോട്ടർമാരെ 2-3 വട്ടം കണ്ട് ചിരിച്ച് മടുത്തു. BJPയും തെരഞ്ഞെടുപ്പ് കമ്മീഷനും കൂടി ചില ഏടാകൂടങ്ങൾ ഉണ്ടാക്കി വോട്ടെടുപ്പ് മഴക്കാലത്തേക്ക് കൊണ്ടുപോകുമെന്ന പ്രചാരണം ശക്തമായിരിക്കെയാണ് വേനലിലെ മഴയായി പ്രഖ്യാപനം എത്തിയത്. എന്റെ തലയൊന്ന് സങ്കടപ്പെടാണ്ടിരിക്കുന്നു. കുറേ നാളായിട്ട് നമ്മളെല്ലാവരും വളരെ താല്പര്യത്തോട് പ്രതീക്ഷിക്കുന്ന ഒരു ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ തീയതി ഇന്ന് ഇലക്ഷൻ കമ്മീഷൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രഖ്യാപിച്ച തീയതി 28-ാം തീയതി മെയ് പോളിംഗ് ഡേറ്റാണ്. Notification will be issued by the Election Commission on 3/5/18. May 3-ാം തീയതി ഇതിന്റെ ഗസറ്റ് നോട്ടിഫിക്കേഷൻ ഫോർമലായിട്ട് വരും. വർഷമംഗലഘോഷം 28-ാം തീയതി മെയ് പോളിംഗ് ഡേറ്റാണ്. ദേവദുന്ദുഭിതൻ വർഷമംഗലഘോഷം നോമിനേഷൻസിന്റെ ലാസ്റ്റ് ഡേറ്റ് മെയ് 10-ാം തീയതിയാണ്. വിഡ്രോൾ തീയതി, നോമിനേഷൻസ് വിഡ്രോൾ ചെയ്യാനുള്ള തീയതി 14-ാം തീയതി മെയ്. കൗണ്ടിംഗ് 31-ാം തീയതി ആയിരിക്കും. മെയ് 31-ാം തീയതി കൗണ്ടിംഗ് ആയിരിക്കും. Model Code of Conduct comes into effect from April 26th. നന്ദിയുണ്ട് സാറേ, നന്ദി മാത്രമല്ലേ. കാസർഗോഡ് നിന്ന് തുടങ്ങുന്ന എല്ലാ രാഷ്ട്രീയ യാത്രകളെയും പോലെ KPCC പ്രസിഡന്റ് ഹസൻജി നടത്തിയ ജനമോചന യാത്ര തിരുവനന്തപുരത്ത് സമാപിച്ചു. എന്തായാലും താൽക്കാലികത്തിൽ തുടങ്ങി 1 വർഷം വരെ നീണ്ട സമ്പൂർണ്ണ പ്രസിഡന്റ് പദവിക്കാലത്ത് ഒരു കേരള യാത്രയെങ്കിലും നടത്തിയതിൽ ഹസൻജിക്ക് അഭിമാനിക്കാം. പ്രിയപ്പെട്ട ശിഷ്യന്മാരെ, ശത്രുവിന് കീഴടങ്ങിയ ചരിത്രം ഈ രാജകുടുംബത്തിനില്ല. രാഹുൽ ഗാന്ധി നടത്താൻ പോകുന്ന നേതൃത്വം നടക്കാൻ പോകുന്ന കുരുക്ഷേത്ര യുദ്ധത്തിന് കേരളത്തിൽ നിന്നും പടയാളികളെയും അവർക്ക് വേണ്ട സഹായവും കൂടി സ്വരൂപിക്കാൻ വേണ്ടിയിട്ടാണ് ഹസൻ ഇവിടെ യാത്ര തുടങ്ങുന്നത്. മച്ചകത്തമ്മയെ കാൽ തൊട്ടു വന്ദിച്ചു മകനെ തുടങ്ങു നിൻ യാത്ര. മച്ചകത്തമ്മയെ കാൽ തൊട്ടു വന്ദിച്ചു മകനെ തുടങ്ങു നിൻ യാത്ര. അദ്വൈത വേദാന്ത ചിന്തതൻ വഴിയിലൂടെ ആദ്യന്തമില്ലാത്ത യാത്ര. ഒരറിവില്ല പൈതലിൻ യാത്ര.
പിടിച്ചേനെ. റാഷ് ഡ്രൈവിംഗ്. അമ്മവാ, വണ്ടിയുടെ പോക്ക് കണ്ട് അത്ര സുഖമായിട്ട് തോന്നുന്നില്ല. തിരിച്ചു വന്നെന്ന് പറയാം കേട്ടോ. കഴിവുള്ള മോനെ. നരേന്ദ്രമോദിയെയും പിണറായിയെയും വിറപ്പിക്കാൻ നടത്തിയ യാത്രയിൽ ശരിക്കും വിറച്ചത് പ്രസിഡന്റായിരുന്നു. അതിലേക്ക് പിന്നീട് വരാം. യാത്രയുടെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളിലൊന്നായ ഫണ്ട് പിരിവിലെങ്കിലും ലക്ഷ്യം നേടിയോ എന്നും ഉറപ്പില്ല. ഇന്ന് കേരളത്തിലെ ഏറ്റവും സമ്പത്തുള്ള സമ്പന്നരായ രാഷ്ട്രീയ പാർട്ടി ഏതാണ്? മാർക്സിസ്റ്റ് പാർട്ടി. ജനങ്ങളെ കൊള്ളയടിച്ച് ജനങ്ങളെ തകർത്ത് ഭരിക്കുന്ന ദുർഭരണം. ഇതിന് പ്രതികാരം ചെയ്തിട്ട് ഞങ്ങൾ തിരിച്ചു വരും. ഇതിൽ നിന്നൊരു മോചനം വേണം. ഞങ്ങൾ വിമോചന സമരത്തിലല്ല, അക്രമത്തിൽ നിന്നുള്ള മോചനത്തിന്. വിലക്കയറ്റത്തിൽ നിന്നുള്ള മോചനത്തിന്, കൃഷിക്കാരന്റെ കഷ്ടപ്പാടിനും വേദനയ്ക്ക് നിന്നുള്ള മോചനത്തിന്. ഒന്നിറങ്ങിയടാ, ഒന്നിറങ്ങാൻ. ഈ നാട്ടിലെ പാവപ്പെട്ടവരുടെ ജീവിത ദുരിതങ്ങളിൽ നിന്ന് ഒരു മോചനത്തിനുള്ള യാത്രയാണ് ഈ യാത്ര. ഈ യാത്ര തുടങ്ങുകയാണ്. പ്രതികാരം നാളെ ചെയ്താൽ മതിയാ. ഈ യാത്ര തുടങ്ങിയതെവിടെ നിന്നോ, ഇനിയൊരു വിശ്രമമെവിടെ ചെന്നോ. ഈ യാത്ര തുടങ്ങിയതെവിടെ നിന്നോ, ഇനിയൊരു വിശ്രമമെവിടെ ചെന്നോ. പാഠം നിർത്തണ്ട. ഹസൻജിയുടെ യാത്ര കേരളത്തിലോ പാർട്ടിയിലോ ഒരു ചലനവും ഉണ്ടാക്കിയില്ലെന്ന് ചില ദോഷൈക ദൃക്കുകൾ പറയുന്നുണ്ട്. പ്രതിപക്ഷ നേതാവിൻ്റെ പടയൊരുക്കം യാത്രയെ കവച്ചു വയ്ക്കുന്ന സ്വീകരണമാണ് പക്ഷേ ഹസൻജിക്ക് ലഭിച്ചതത്രേ. ഇത്രയും പടയൊരുക്കം പോലെ തന്നെ എല്ലായിടത്തും നല്ല ഉജ്ജ്വലമായ യോഗങ്ങളായിരുന്നു, നല്ല പരിപാടികളായിരുന്നു. ഞാൻ പലയിടത്തും വരുമ്പോൾ എന്നെ ആളുകൾ പൊക്കിയെടുക്കുക. ഞാൻ പറഞ്ഞു പൊക്കല്ലേ, സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണേ. പൊക്കിയെടുക്കുക. KPCC പ്രസിഡന്റ് ആയതുകൊണ്ടാണല്ലോ പൊക്കിയെടുക്കുന്നത്, തലയിലേറ്റിയ യോഗത്തിൽ കൊണ്ടുവയ്ക്കുന്നത്. അപ്പൊ ഈ യാത്രയോട് പാർട്ടിയോട് അവർക്ക് താല്പര്യമില്ലെങ്കിൽ അങ്ങനെ ചെയ്യുമോ? കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ ചുമലിലേറ്റി എന്നെ സ്വീകരിക്കുമ്പോൾ ഞാൻ എങ്ങനെ അനുഭവനാകുന്നത്? PCC അധ്യക്ഷൻ യാത്ര നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ചെറുപ്പക്കാരൻ പ്രസിഡന്റിനെ പുതുതായി തിരഞ്ഞെടുക്കുന്ന ചർച്ച നടത്തുന്ന ഒരേ ഒരു പാർട്ടി കോൺഗ്രസ് ആയിരിക്കും. ഞാനാണ് നിലവിൽ പ്രസിഡന്റെന്നും യാത്ര അവസാനിക്കുന്ന 25 വരെ ഞാൻ തന്നെയാണ് പ്രസിഡന്റെന്നും ഹസൻജിക്ക് ഇടയ്ക്കിടയ്ക്ക് സ്വയം ഓർമ്മപ്പെടുത്തേണ്ടി വന്നു. ഇപ്പോൾ ഒരു പ്രസിഡന്റ് ഉണ്ട്. ആ പ്രക്രിയയുടെ ഭാഗമായി ഹൈക്കമാൻഡ് AICC പ്രസിഡന്റിനെ പ്രഖ്യാപിക്കുമെന്നാണ് രമേശ് ചെന്നിത്തല പറഞ്ഞത്. ഒന്ന് പൊട്ടിക്കറിയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. ഏതായാലും 25-ാം തീയതി ഉണ്ടാവില്ല, അത് ഉറപ്പാണ്. അത് ഞാൻ ഉറപ്പ് പറയാം. ഈ യാത്ര തീരുന്നത് വരെ ഞാൻ തന്നെ ആയിരിക്കും പ്രസിഡന്റ്. ഞാൻ പോവൂല. നിന്നോട് പോകാനല്ലേ പറഞ്ഞത്? ഞാൻ പോവൂലെന്നല്ലേ ഞാൻ ആദ്യമേ കിടക്കുന്നത് കണ്ടില്ലേ? അല്ല, അതെല്ലാം ഹൈക്കമാൻഡാണ് തീരുമാനിക്കേണ്ടത്. ഇപ്പോൾ ഈ വന്ന പേരുകളൊക്കെ ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, രാഹുൽ ഗാന്ധി ആ പരിഗണിക്കുന്ന പേരുകളോ അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള പേരുകളോ ഒക്കെ മനസ്സിലാക്കാൻ മാധ്യമ പ്രവർത്തകർക്ക് വല്ല മാർഗമുണ്ടോ? അപ്പം എൻ്റെ പേരും അവിടെ പരിഗണിക്കപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്ന് എങ്ങനെ അറിയാം? നിനക്ക് ഇപ്പോഴും നല്ല വിഷമമുണ്ടല്ലേ? കുറേശ്ശെ. പ്രായം നോക്കേണ്ട കാര്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ചെറുപ്പക്കാര് വളരെ ഊർജ്ജസ്വലമായി പ്രവർത്തിക്കുന്നവരാണ്. അവരെക്കാൾ ഊർജ്ജസ്വലമായി പ്രായമുള്ളവരും പ്രവർത്തിക്കുന്നവരുണ്ട്. അതറിയാമല്ലോ. എന്നെയും ലിജുവിനെയും കൂടെ കണ്ടാൽ ആർക്കാ നിങ്ങൾ ചെറുപ്പമായിട്ട്? പ്രസിഡന്റിന്റെ യാത്രാ പരിപാടി പൊളിക്കാൻ പാർട്ടിക്കുള്ളിലും പുറത്തും നടന്ന ശ്രമങ്ങൾ അതിജീവിച്ചാണ് പ്രസിഡന്റ് തിരുവനന്തപുരത്ത് എത്തിയത് എന്നത് ഈ ജാഥ നേരിട്ട വൻ റിസ്ക് വെളിപ്പെടുത്തുന്നു. പക്ഷെ ഇപ്പോൾ ഒരു പരിപാടി നടക്കുന്ന സമയത്ത് ഇങ്ങനെ വാർത്തകൾ കൊടുത്തതും വരുത്തിയതും എല്ലാം ഈ പരിപാടിയെ പൊളിക്കാൻ വേണ്ടിയാണ്. ആരാണ് നിങ്ങളല്ലേ പത്രക്കാർ, നിങ്ങൾക്കല്ലേ അറിയാവൂ ആരാണ്. പുതിയ അധ്യക്ഷനെ കണ്ടെത്താനുള്ള ചർച്ച ഒന്നും നടന്നിട്ടില്ലെന്ന് MM ഹസനും
ചർച്ചയുണ്ടായെന്ന് ഡൽഹിയിൽ പോയ ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും സാക്ഷ്യപ്പെടുത്തുന്നു. അങ്ങനെയെങ്കിൽ പ്രസിഡന്റ് അദ്ദേഹത്തിൻ്റെ യാത്ര പൊളിക്കാൻ ശ്രമിച്ച കള്ളന്മാർ കപ്പലിനകത്തോ പുറത്തോ? സംഘടനാ തെരഞ്ഞെടുപ്പിന് ശേഷം മറ്റ് ഭാരവാഹികളുടെ കാര്യം, പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കേണ്ട അവസരമാണ്. അത് ഈ വാർത്തകൾ അവിടെ ചർച്ചയൊന്നും നടക്കുന്നില്ല. വാർത്ത കൊടുത്തത് AICC അല്ല. പുതിയ പ്രസിഡന്റ് വരണമെന്നുള്ള, കാരണം ഇപ്പോഴത്തെ പ്രസിഡന്റ് താൽക്കാലികമാണ്. ഞാൻ KPCC ഫുൾ KPCC പ്രസിഡന്റ്. പുതിയ പ്രസിഡന്റ് വരണമെന്നുള്ള ആഗ്രഹമുണ്ട്. ആര് പറഞ്ഞാലും അതല്ല, അവിടെ ഇല്ലാത്ത ചർച്ചയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പുതിയ പ്രസിഡന്റ് ഉണ്ടാകും എന്നുള്ള കാര്യം സൂചിപ്പിച്ചു. അത് ആര് പറഞ്ഞാലും അത് ഇപ്പോൾ അങ്ങനെ ഒരു ചർച്ചയില്ല. ആ നിലയിൽ ചർച്ച വന്നിട്ടുണ്ട്. തീരുമാനം എന്ന് ഞാൻ പറയുന്നില്ല, ആ നിലയിൽ ചർച്ച വന്നിട്ടുണ്ട്. അല്ല, ഈ വാർത്തകൾ വന്നത് യാത്ര പൊളിക്കാനാണ്. ആ വാർത്ത കൊടുത്തത് ആരായാലും, അത് മാധ്യമപ്രവർത്തകരായാലും കോൺഗ്രസ് നേതാക്കളായാലും, ഈ ഒരു പരിപാടി നടന്നുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ ഒരു വാർത്ത വരാൻ പാടില്ലല്ലോ. അതിന് ആ വാർത്ത വരുന്നതിന് ഒരു കോൺഗ്രസ്സുകാരനും കാരണക്കാരനാകാൻ പാടില്ല. ഒരു ചർച്ചകളിലും തെറിക്കാതെ പ്രസിഡന്റ് പദവിയുമായി ഹസൻജി തിരുവനന്തപുരത്ത് വലിയ പരിക്കുകളൊന്നും കൂടാതെ എത്തിച്ചേർന്നു. ഇനി ഹസൻജിയെ മോചിപ്പിക്കാം. സത്യത്തിൽ ഹസൻജി നടത്തിയതും ഒരു പ്രസിഡന്റ് മോചന യാത്ര ആയിരുന്നല്ലോ. നമ്മുടെ KPCC പ്രസിഡന്റ് ഹസനെത്തി. ഈ ഭവനം ധന്യമായി. വരൂ ജേതാവേ വരൂ. ഘോഷയാത്രയോടെ അവസാനിച്ചിരിക്കുകയാണ്. എല്ലാവരും സമാധാനപരമായി പിരിഞ്ഞു പോകണം. ഇനിയും ഇത്തരം അത്ഭുതങ്ങൾ ആവർത്തിക്കും. ജനലക്ഷങ്ങളുടെ പിന്തുണ ഏറ്റുവാങ്ങിക്കൊണ്ട് പുത്തമ്പുരയ്ക്കൽ അനന്തൻ തമ്പിയുടെ ഐതിഹാസികമായ രഥയാത്ര ഇവിടെ സമാപിച്ചിരിക്കുകയാണ്. സമ്മാനങ്ങൾ കാണിച്ചു കൊടുക്കളെ. നെഹ്റു സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബ് ഒരു എവർ റോളിംഗ് ട്രോഫി. ഓ അയ്യപ്പസ്വാമി കാത്തു, കേടുപാട് കൂടാതെ തിരിച്ചെത്തിയല്ലോ. എങ്ങനെയുണ്ടായിരുന്നു മോനെ യാത്രയൊക്കെ? കരിമല കയറ്റം കഠിനം പൊന്നയ്യപ്പ. കരിമല ഇത്തിരി കഠിനം തന്നെയാ. ഇനി ഇടവേളയാണ്. മന്ത്രി G. സുധാകരന്റെ സിനിമാ ചിന്തകൾ. ഇടവേളയ്ക്ക് ശേഷം. ചാർലി ചാപ്ലിൻ കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി മെമ്പറായിരുന്നു ഒരു കാലത്തും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തള്ളി പറഞ്ഞിട്ടില്ല. അമേരിക്കയിൽ ചെന്നപ്പോഴും തള്ളി പറയാൻ അമേരിക്കൻ ഗവൺമെന്റ് അദ്ദേഹത്തെ ഉപദ്രവിച്ചു. മലയാള സിനിമ വിമർശിക്കപ്പെടേണ്ട സമയമായെന്ന് മന്ത്രി G. സുധാകരൻ. സിനിമ വിമർശിക്കപ്പെടുന്നു എന്ന ഒരു കവിത ഉടൻ പ്രതീക്ഷിക്കാവുന്നതാണ്. മലയാള സിനിമയെ പറ്റി അതിശക്തമായ വിമർശനങ്ങൾ 21ാം നൂറ്റാണ്ട് ഇനിയെങ്കിലും തുടങ്ങിയില്ലെങ്കിൽ നമ്മുടെ സിനിമ സാമൂഹ്യ വിരുദ്ധമായിട്ട് മാറും. സാമൂഹ്യ വിരുദ്ധന്മാരെ സൃഷ്ടിക്കുന്ന വൈയക്തികമായ കഴിവുകളുടെ അടിസ്ഥാനത്തിൽ സമൂഹത്തെ നയിക്കാൻ കഴിയുമെന്ന് തെറ്റായ ചിന്താഗതി പുലർത്തുന്ന ഒരു നേതാവും 10 റൗഡികളും ഉണ്ടെങ്കിൽ ഭരണകൂടത്തെ തന്നെ ഇല്ലാതാക്കാൻ കഴിയും, പോലീസിനെ നിയന്ത്രിക്കാൻ കഴിയും, ജയിലിൽ കിടക്കുന്നവരെ വിമോചിപ്പിക്കാൻ കഴിയും. പരസ്പരം കൊലയും നടത്തി പണമുണ്ടാക്കിയാലും തരക്കേടില്ല എന്ന ബോധം ഉണ്ടാക്കാൻ കഴിയും. എന്നെല്ലാമുള്ള മട്ടിൽ താഴെ രാജാക്കന്മാരെ വെച്ച് കോടികൾ മുടക്കി സിനിമയെടുത്ത് ധാരാളം ആളുകളെ ആകർഷിച്ച് നമ്മുടെ സിനിമാ ലോകം ഇന്ന് ആഘോഷം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള നടീനടന്മാരുടെ ഒരു വാചകമുണ്ടെങ്കിലേ ഈ നാട്ടിലെ ജനങ്ങൾ സത്യം അംഗീകരിക്കൂ എന്ന മട്ടിൽ പ്രചരണത്തിന് വേണ്ടി ഉപയോഗിക്കാം. LDF വന്നാൽ മദ്യവർജനത്തിന് ജനകീയ പ്രസ്ഥാനം ആരംഭിക്കും. അതുകൊണ്ട് നുണ പറയുന്നവരെ തിരിച്ചറിയുക. ചാർലി ചാപ്ലിനെ കണ്ടു പഠിക്കണം നമ്മുടെ സിനിമാ താരങ്ങൾ എന്നാണ് മന്ത്രിയുടെ അഭിപ്രായം. സിനിമയെ സ്നേഹിക്കുന്ന ഏതൊരാൾക്കും ചെയ്യാവുന്ന ഏറ്റവും നല്ല കാര്യം ചാർലി ചാപ്ലിനെ പറ്റി കുട്ടികളെ പഠിപ്പിക്കണം. കുട്ടികളുടെ നടനായിരുന്നു അദ്ദേഹം കഥാപാത്രമെല്ലാം കുട്ടികളാണെന്നല്ല, അദ്ദേഹം പ്രായമുണ്ടായിരുന്നു. കുട്ടിയുടെ മനസ്സായിരുന്നു അദ്ദേഹത്തിന്. ഒരു ശിശുവിൻ്റെ നിഷ്കളങ്കതയായിരുന്നു. ലോകത്ത് അദ്ദേഹത്തിന് തുല്യനായ ഒരു നടനും ഇന്നുവരെ ഉണ്ടായിട്ടില്ല. അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു എന്ന കാര്യം എത്ര പേർക്ക് അറിയാതെ പറയാൻ എത്ര പത്രക്കാർ തയ്യാറാവും? ചാർലി ചാപ്ലിൻ കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി മെമ്പറായിരുന്നു ഒരു കാലത്ത്.
ഒരു കാലത്തും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തള്ളി പറഞ്ഞിട്ടില്ല. അമേരിക്കയിൽ ചെന്നപ്പോഴും തള്ളി പറയാൻ അമേരിക്കൻ ഗവൺമെന്റ് അദ്ദേഹത്തെ ഉപദ്രവിച്ചു. അദ്ദേഹത്തിന്റെ ജീവിതചരിത്രം ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ? വായിക്കണ്ടേ? മലയാളത്തിലുണ്ട്, ഇംഗ്ലീഷിലുണ്ട്. കോടികളും കോടാനുകോടിയൊന്നും അദ്ദേഹത്തിന്റെ പ്രശ്നമല്ല, അദ്ദേഹത്തിന് കൈവിരൽ തും. പക്ഷെ അതിന്റെ പേരിലൊന്നും അദ്ദേഹത്തിന് യാതൊരു തരത്തിലുള്ള താരമഹിമയും അദ്ദേഹം ആഗ്രഹിച്ചില്ല. വായിക്കണം, മനസ്സിലാക്കണം. മലയാളത്തിലെ താരപ്രഭുക്കന്മാരുടെ അല്പത്തരം കാണണമെങ്കിൽ ചാർലി ചാപ്ലിനെ പറ്റി പഠിക്കണം. ചാർലി ചാപ്ലിനും നമ്മുടെ സിനിമക്കാരും തമ്മിലുള്ള വ്യത്യാസം. ഒരിക്കലും അദ്ദേഹം ആഡംബരപ്രിയനായിരുന്നില്ല. മണിമന്ദിരങ്ങളൊന്നും പണം കൊണ്ട് അദ്ദേഹം കെട്ടിപ്പടുത്തില്ല. ഇൻകം ടാക്സ് വെട്ടിച്ചില്ല. രാജ്യം മുഴുവൻ പലരുടെയും പേരുകളിൽ ആസ്തികൾ ഉണ്ടാക്കി വെച്ചില്ല. പെണ്ണുങ്ങളെ തട്ടിക്കൊണ്ടുപോയി ഉപദ്രവിച്ചിട്ടില്ല. നിന്നെ ഞങ്ങൾ തട്ടിക്കൊണ്ടുവന്നിരിക്കുകയാണ്. കള്ളത്തരങ്ങളൊന്നും കാണിച്ചിട്ടില്ല. ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടില്ല. അമ്മ എന്ന സംഘടന ഉണ്ടാക്കി മക്കളെ ഒന്നും പുറത്താക്കിയിട്ടില്ല. ഫാസിസ്റ്റ് പ്രസ്ഥാനമൊന്നും ഉണ്ടായി. ഇതെല്ലാം കേരളത്തിൽ നടക്കാണ്. എതിർക്കണം, ചെറുപ്പക്കാരത്തിന് അടിമുടി എതിർക്കണം. വീണ്ടും ഒരു ഇടവേള കൂടി. പൂരം കാണാൻ പിണറായി. ഞാനും വരാം തൃശ്ശൂർ പൂരം കാണാൻ. എനിക്ക് തൃശ്ശൂർക്ക് വരാൻ കൊതിയാവുന്നു ചോദിട്ടാ. സംസ്ഥാന സമ്മേളനം എന്ന പാർട്ടി പൂരം നടന്ന തൃശ്ശൂരിൽ യഥാർത്ഥ പൂരം കാണാൻ മുഖ്യൻ എത്തി. തിരക്കിട്ട പാർട്ടി പ്രവർത്തനത്തിനിടയിൽ പൂരക്കാഴ്ചകൾ പിണറായി ഇതുവരെ കണ്ടിട്ടുണ്ടാവില്ല. ഇലഞ്ഞിത്തറ മേളവും കുടമാറ്റവും കണ്ടാണ് ഉപചാരം ചൊല്ലി പിണറായി പിരിഞ്ഞത്. പൂരവിശേഷങ്ങൾ പൂരകാര്യമന്ത്രി സുനിൽകുമാർ മുഖ്യമന്ത്രിക്ക് വിശദമാക്കി കൊടുക്കുകയും ചെയ്തു. പണ്ട് ആദത്തിന്റെ അടുത്ത് കർത്താവ് പറഞ്ഞു, ഡാദം നീ ആപ്പിള് തിന്നണ്ടാ. കർത്താവ് വിചാരിച്ചു അവൻ ആപ്പിള് തിന്നില്ലാന്ന്. ആ കർത്താവിന്റെ വരെ ജഡ്ജ്മെന്റ് തെറ്റിച്ചവരാ നമ്മള് മനുഷ്യന്മാര്. ആ മനുഷ്യന്മാര് വിചാരിച്ച പിന്നെ എന്തുട്ടടാ നടക്കാത്ത. നത്തിങ് ഇസ് ഇമ്പോസിബിള്. ഞാനും വരാം തൃശ്ശൂർ പൂരം കാണാൻ. ഞാനും വരാം തൃശ്ശൂർ പൂരം കാണാൻ. പൂരമെനിക്കൊന്നു കാണണം കാന്ത, പൂരമെനിക്കൊന്നു കാണണം കാന്ത, പൂരമെനിക്കൊന്നു കൂടണം കാന്ത, പൂരമെനിക്കൊന്നു കൂടണം കാന്ത. മഹാഭാരതവും രാമായണവും തമ്മിൽ ചെറിയ ഡിഫറൻസ് ഉള്ളൂ. മഹാഭാരതം എന്ന് പറഞ്ഞാൽ സിവിൽ കേസാണ്, സ്വത്ത് തർക്കം. രാമായണം അങ്ങനെയല്ല, കിഡ്നാപ്പിംഗ് ആണ്, ക്രിമിനൽ കേസാണ്. മദ്ദളമെനിക്കൊന്നു കാണണം കാന്ത, മദ്ദളമെനിക്കൊന്നു കാണണം കാന്ത, മദ്ദളമെനിക്കൊന്നു കൊട്ടണം കാന്ത, മദ്ദളമെനിക്കൊന്നു കൊട്ടണം കാന്ത. വെടിക്കെട്ടി എനിക്കൊന്നു കാണണം കാന്ത, വെടിക്കെട്ടി എനിക്കൊന്നു കാണണം കാന്ത, വെടിക്കുട്ടി അതിലൊന്നു കൊളുത്തണം കാന്ത, വെടിക്കുട്ടി അതിലൊന്നു കൊളുത്തണം കാന്ത. എനിക്ക് തൃശ്ശൂർക്ക് വരാൻ കൊതിയാവുന്നു ചോദിട്ടാ. ഞാനും വരാം തൃശ്ശൂർ പൂരം കാണാൻ. മുഖ്യമന്ത്രി പിണറായി വിജയൻ കാണികൾക്ക് അഭിവാദ്യങ്ങൾ നൽകി തിരിച്ചു പോവുകയാണ്. പൂരം കാണാൻ കാന്താ ഞാനും വരാം തൃശ്ശൂർ. ഇതോടെ വക്രദൃഷ്ടി സമാപിക്കുകയാണ്. വീണ്ടും തിങ്കളാഴ്ച രാത്രി 9:30. നന്ദി, നമസ്കാരം.